നമുക്ക് തൃശ്ശൂർ ജില്ല തുടങ്ങിയാലോ? നമ്മുടെ തൃശ്ശൂർ ജില്ല നിലവിൽ വന്ന വർഷം ഏതാടാ? തൃശ്ശൂർ ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? തൃശ്ശൂർ ജില്ല നിലവിൽ വന്ന വർഷമാണ് 1949 ജൂലൈ 1. 1949 ജൂലൈ 1-നാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല നിലവിൽ വന്നത്. അപ്പൊ ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരം എന്നറിയപ്പെടുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരമാണ് തൃശ്ശൂര്. തൃശ്ശിവപേരൂർ എന്നറിയപ്പെട്ടിരുന്നതാണ് സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂര്. തൃശ്ശിവപേരൂർ എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. ഈ തൃശ്ശൂരിന്റെ പ്രാചീനകാല നാമം എന്തൊക്കെയായിരുന്നടാ? നമ്മുടെ തൃശ്ശൂരിന്റെ പ്രാചീനകാല നാമങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് വിശദാദ്രിപുരം, അതുപോലെ തന്നെ തെൻ കൈലാസം. വിശദാദ്രിപുരം എന്നും തെൻ കൈലാസം എന്നും ഒക്കെ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. വിശദാദ്രിപുരം, അതുപോലെ തന്നെ തെൻ കൈലാസം എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് നമ്മുടെ തൃശ്ശൂര്. ഇനി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? അത് നമ്മുടെ തൃശ്ശൂരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ലയാണ് തൃശ്ശൂര്. അതുപോലെ തന്നെ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാന്ന് ചോദിച്ചാലും നമ്മുടെ തൃശ്ശൂരാണ്. അപ്പൊ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതൊക്കെ നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ തന്നെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ ഏതാന്ന് ചോദിച്ചാലും നമ്മുടെ തൃശ്ശൂരാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ ഏതാണ്? അത് നമ്മുടെ തൃശ്ശൂരാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഏതാണ്? അത് വിയ്യൂർ സെൻട്രൽ ജയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജയിലാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ നമ്മുടെ കേരള ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായ ജില്ല ഏതാന്ന് ചോദിച്ചാലും നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായ ജില്ല ഏതാന്ന് ചോദിച്ചാലും നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ശിശുക്കളുടെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല. അപ്പൊ കേരളത്തിൽ ശിശുക്കളുടെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ KCB നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? നമ്മുടെ കേരളത്തില് KCB നേരിട്ട് വൈദ്യുതി വിതരണം നടത്താത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? അത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം പ്രദേശത്ത് ജലസേചന സൗകര്യങ്ങളുള്ള ജില്ലയും നമ്മുടെ തൃശ്ശൂരാണ്. ഏറ്റവും അധികം പ്രദേശത്ത് ജലസേചന സൗകര്യമുള്ള ജില്ലയും നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. തിരുവോണത്തോടനുബന്ധിച്ച് പുലികളി അരങ്ങേറുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാല് നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അപ്പൊ തിരുവോണത്തിനോടനുബന്ധിച്ചിട്ട് പുലികളി അരങ്ങേറുന്ന ജില്ലയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല. അതുപോലെ തന്നെ കേരളത്തിൽ കൂൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളിൽ ഒന്നാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല. അപ്പൊ ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരമാണ് നമ്മുടെ തൃശ്ശൂര്. അതോടൊപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർപേരൂർ എന്നറിയപ്പെട്ടിരുന്നു. പ്രാചീന കാലത്ത് വിശദാദ്രിപുരം, അതുപോലെ തന്നെ തെൻ കൈലാസം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. അതുപോലെ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ എന്നിവ ഉള്ള ജില്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ആണ് തൃശ്ശൂര്. ഇനി ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഏതാണ്? അത് വിയ്യൂർ സെൻട്രൽ ജയിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ലയും നമ്മുടെ തൃശ്ശൂരാണ്. ഇനി കേരള ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായ ജില്ല ഏതാണ്? കേരള ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായ ജില്ല ഏതാണ്? അത് നമ്മുടെ തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ശിശുക്കളുടെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. കേരളത്തിൽ ശിശുക്കളുടെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ചിട്ട് പുലികളി അരങ്ങേറുന്ന ജില്ലയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന കേരളത്തിലെ പ്രസിദ്ധമായ തുറമുഖം ഏതാണ്? പ്രാചീന കേരളത്തിലെ പ്രസിദ്ധമായ തുറമുഖമായിട്ട് അറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു? അത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. ഈ കൊടുങ്ങല്ലൂര് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മുസിരീസ്, അശ്മകം, മഹോദയപുരം എന്നിങ്ങനെയാണ്. അപ്പൊ മുസിരീസ് എന്നും അശ്മകം എന്നും മഹോദയപുരം എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് തൃശ്ശൂരാണ്. അതുപോലെ നമ്മുടെ സെന്റ് തോമസ് കേരളത്തിൽ എത്തിയ വർഷമാണ് AD 52. AD 52-ലാണ് സെന്റ് തോമസ് കേരളത്തിൽ എത്തുന്നത്. അപ്പൊ AD 52-ലാണ് സെന്റ് തോമസ് കേരളത്തിൽ എത്തുന്നത്. സെന്റ് തോമസ് കേരളത്തിൽ സന്ദർശിച്ച സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് മാലിങ്കരയാണ്.
അപ്പൊ നമ്മുടെ സെന്റ് തോമസ് കേരളത്തിൽ സന്ദർശിച്ച സ്ഥലമാണ് മാലിങ്കര. അപ്പൊ സെന്റ് തോമസ് കേരളത്തിൽ എത്തിയ വർഷമാണ് AD 52. എവിടെയാ സന്ദർശിച്ചതെന്ന് ചോദിച്ചാൽ മാലിങ്കര. അതുപോലെ തന്നെ സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചതായി കണക്കാക്കപ്പെടുന്ന പള്ളിയാണ് സെന്റ് തോമസ് പള്ളി. അപ്പൊ സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചതായി കണക്കാക്കപ്പെടുന്ന പള്ളിയാണ് നമ്മുടെ സെന്റ് തോമസ് പള്ളി. അപ്പൊ പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? അത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഘകാലത്തെ ചേരന്മാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വാഞ്ചിയാണ്. തൃശൂർ ജില്ലയിലെ വാഞ്ചിയിലാണ്. അന്ന് തൃശൂർ ഇല്ല. സംഘകാലത്തെ ചേരന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വാഞ്ചിയാണ്. ഇപ്പോഴത്തെ തൃശ്ശൂരിലാണത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് കേരളത്തിലെ മുസിരീസിൽ എത്തിയ വർഷം ഏതാണ്? ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് കേരളത്തിലെ മുസിരീസിൽ എത്തിയ വർഷമാണ് AD 45. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ആര്യഭടൻ ജനിച്ചതായി കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് അശ്മകം. അപ്പൊ നമ്മുടെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ആര്യഭടൻ ജനിച്ചതായി കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ അശ്മകം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളി ഏതാണ്? കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളി ഏതാണ്? അത് ചേരമൻ ജുമാ മസ്ജിദാണ്. ഈ ചേരമൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് ആരാണ്? അത് മാലിക് ബിൻ ദിനാറാണ്. നമ്മുടെ ചേരമൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത്. അത് AD 629. അപ്പൊ മാലിക് ബിൻ ദിനാറാണ് നമ്മുടെ ചേരമൻ ജുമാ മസ്ജിദ് സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിച്ച വർഷമാണ് AD 629. ഇനി നമ്മുടെ ശക്തൻ തമ്പുരാന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്ന എത്ര തൊട്ട് എത്ര വരെയാണ്? ശക്തൻ തമ്പുരാന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1790 മുതൽ 1805 വരെയാണ്. 1790 മുതൽ 1805 വരെയാണ് നമ്മുടെ ശക്തൻ തമ്പുരാന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ നാമം എന്താണ്? നമ്മുടെ രാമവർമ്മ ഒമ്പതാമൻ എന്നാണ്. രാമവർമ്മൻ ഒമ്പതാമൻ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ സ്വരാജ് റൗണ്ട് നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ശക്തൻ തമ്പുരാനാണ്. അപ്പൊ നമ്മുടെ തൃശൂർ സ്വരാജ് റൗണ്ട് നിർമ്മിച്ചത് നമ്മുടെ ശക്തൻ തമ്പുരാനാണ്. കേരളത്തിൽ ഭരണം നടത്തിയ ഏക ക്രിസ്തീയ രാജവംശം ഏതാണ്? അത് വില്യാർ വട്ടമാണ്. നമ്മുടെ കേരളത്തിൽ ഭരണം നടത്തിയ ഏക ക്രിസ്തീയ രാജവംശം. അപ്പൊ കേരളത്തിൽ ഭരണം നടത്തിയ ഏക ക്രിസ്തീയ രാജവംശമാണ് വില്യാർ വട്ടം. അതുപോലെ തന്നെ നമ്മുടെ കുലശേഖര ചേര രാജാക്കന്മാരുടെ സംരക്ഷണത്തിൽ ഗോള നിരീക്ഷണശാല പ്രവർത്തിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? കുലശേഖര ചേര രാജാക്കന്മാരുടെ സംരക്ഷണത്തില് ഗോള നിരീക്ഷണശാല പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് അത് മഹോദയപുരമാണ്. അതുപോലെ തന്നെ വേടക്കാട് വേടന്മാരുടെ വാസസ്ഥലം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് പോർക്കളമാണ്. വേടന്മാരുടെ വാസസ്ഥലം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് പോർക്കളം. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന കൃതികളില് മുജിര എന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന തുറമുഖം ഏതാണ്? തമിഴ് കൃതികളില് മുജിര എന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന തുറമുഖമാണ് മുസിരീസ് എന്ന് പറയുന്നത്. കൂടൽ മാണിക്യ ക്ഷേത്രത്തിന് സമീപത്തോടുകൂടിയുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരം ഏതാണ്? കൂടൽ മാണിക്യ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ സമരമാണ് കുട്ടംകുളം സമരം. കുട്ടംകുളം സമരം നടന്ന വർഷം ഏതാണ്? 1946. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ പാരമ്പര്യ സംരക്ഷണ സമിതി നിലവിൽ വരുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അത് മുസിരീസിലാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ പാരമ്പര്യ സംരക്ഷണ പദ്ധതി നിലവിൽ വരുന്നത് മുസിരീസിലാണ്. കേരള സർക്കാരിന്റെ ആദ്യത്തെ ഹരിത പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് മുസിരീസ് ആണ്. കേരള സർക്കാരിന്റെ ആദ്യത്തെ ഹരിത പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് മുസിരീസ് ആണ്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. അപ്പൊ പൂരങ്ങളുടെ നാട്, ഉത്സവങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഉത്സവങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. അതുപോലെ തന്നെ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് ഏത് പൂരമാണ്? പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് അത് നമ്മുടെ തൃശ്ശൂർ പൂരമാണ്.
അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണ്? പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണ്? അത് നമ്മുടെ കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. ചിന്ന റോം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ചിന്ന റോം എന്നറിയപ്പെട്ടിരുന്നത് ഒല്ലൂരാണ്. ചിന്ന റോം എന്നറിയപ്പെട്ടിരുന്നത് ഒല്ലൂരാണ്. തൃശൂർ ജില്ലയിലെ ഒല്ലൂരാണ് ചിന്ന റോം എന്നറിയപ്പെട്ടിരുന്നത്. ഇനി തെക്കേ ഇന്ത്യയിലെ ദ്വാരക ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ദ്വാരക എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രം ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ദ്വാരക അത് നമ്മുടെ ഇതാണ്, ഗുരുവായൂരാണ്. ഗുരുവായൂരാണ്. തെക്കേ ഇന്ത്യയിലെ ദ്വാരക എന്നറിയപ്പെട്ടിരുന്നത് ഗുരുവായൂരാണ്. ഇനി ദക്ഷിണ കൈലാസം എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രം ഏതാണ്? ദക്ഷിണ കൈലാസം എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രം അതാണ് വടക്കുംനാഥ ക്ഷേത്രം. അപ്പൊ തെക്കേ ഇന്ത്യയിലെ ദ്വാരക എന്നറിയപ്പെട്ടിരുന്നത് ഗുരുവായൂർ ക്ഷേത്രവും അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണ കൈലാസം എന്നറിയപ്പെട്ടിരുന്നത് വടക്കുംനാഥ ക്ഷേത്രമാണ്. ഇനി കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് അതിരപ്പള്ളി വാട്ടർഫോൾസ് ആണ്. അതിരപ്പള്ളി വാട്ടർഫോൾസ് ആണ് കേരളത്തിലെ കേരളാസ് നയാഗ്ര എന്നറിയപ്പെടുന്നത് അതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ മെമ്മോറിയൽ ആണ്. ഉണ്ണായി വാര്യർ മെമ്മോറിയൽ ആണ് നമ്മുടെ സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നത്. അപ്പൊ ചിന്ന റോം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ചിന്ന റോം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ചിന്ന റോം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? അത് നമ്മുടെ ഒല്ലൂരാണ്. ഇനി തെക്കേ ഇന്ത്യയിലെ ദ്വാരക ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ദ്വാരക ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ദ്വാരക ഏതാണ്? അത് നമ്മുടെ ഗുരുവായൂരാണ്. ഇനി ദക്ഷിണ കൈലാസം ഏതാണ്? ദക്ഷിണ കൈലാസം ഏതാണ്? ദക്ഷിണ കൈലാസം വടക്കുംനാഥ ക്ഷേത്രമാണ്. വടക്കുംനാഥ ക്ഷേത്രമാണ്. അപ്പൊ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് അത് തൃശ്ശൂർ പൂരമാണ്. ഇനി നമ്മുടെ അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് അയ്യന്തോളിലാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോളിലാണ് നമ്മുടെ അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി ചാവക്കാട് കടൽത്തീരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂരാണ്. ചാവക്കാട് കടൽത്തീരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നടാ? കേരളത്തിലെ അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം എവിടെയാണ്? അത് കണ്ടശാങ്കടവാണ്. കണ്ടശാങ്കടവിലാണ് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി ജനിക്കുന്നത്. അപ്പൊ മുണ്ടശ്ശേരി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുണ്ടശ്ശേരി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തൃശ്ശൂരാണ്. മുണ്ടശ്ശേരി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ്. കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചാലക്കുടിയിലാണ്. വൈദ്യരത്നം ഔഷധശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ ഒല്ലൂരാണ്. വൈദ്യരത്നം ഔഷധശാല സ്ഥിതി ചെയ്യുന്നത് ഒല്ലൂരാണ്. വൈദ്യരത്നം ഔഷധശാല സ്ഥിതി ചെയ്യുന്നത് ഒല്ലൂരാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ തളിക്കുളമാണ്. തളിക്കുളമാണ്. അവ കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തളിക്കുളം. കേരളത്തിൽ ആലവട്ടം നിർമ്മിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ആലവട്ടം നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ്? അത് കണിമംഗലമാണ്. കണിമംഗലമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആലവട്ടം നിർമ്മിക്കുന്ന സ്ഥലമാണ് കണിമംഗലം. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമാണ് തയ്യൂർ എന്ന് പറയുന്നത്. തയ്യൂർ എന്ന് പറയുന്നത്. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമാണ് തയ്യൂർ. തയ്യൂർ. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പൂർണ്ണമായും കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ നിയമസഭാ നിയോജക മണ്ഡലം ഏതാണ്? കേരളത്തിൽ പൂർണ്ണമായും കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ നിയമസഭാ നിയോജക മണ്ഡലമാണ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട. അപ്പൊ നമ്മുടെ കേരളത്തില് പൂർണ്ണമായും കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ നിയമസഭാ നിയോജക മണ്ഡലമാണ് ഇരിഞ്ഞാലക്കുട. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലാണ്. അപ്പൊ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലാണ്. ഇനി നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്?
അത് നമ്മുടെ ഉണ്ണായി വാര്യരാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എലിഫന്റ് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ എലിഫന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എലിഫന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുന്നത്തൂർ കോട്ടയാണ്. പുന്നത്തൂർ കോട്ട നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എലിഫന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുന്നത്തൂർ കോട്ടയിലാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ ഗുരുവായൂർ. ഗുരുവായൂർ. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂര്. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂര്. അതോടൊപ്പം തന്നെ നമ്മുടെ EMS ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ഏതാണ്? EMS ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലമാണ് കൊടകര. അപ്പം EMS ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലമാണ് നമ്മുടെ കൊടകര എന്ന് പറയുന്നത്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏതാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഏകാദശി എന്ന് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഏകാദശി. ദിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ക്ഷേത്രം ഏതാണ്? ദിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ക്ഷേത്രം ഏതാണ്? അത് ഗുരുവായൂർ ക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള ശിവക്ഷേത്രം ഏതാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് മമ്മിയൂർ ക്ഷേത്രം. മമ്മിയൂർ ക്ഷേത്രം. ഇപ്പൊ നാലമ്പല ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? നാലമ്പല ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? അത് തൃപ്പയാർ ശ്രീരാമക്ഷേത്രം, തൃപ്പയാർ ശ്രീരാമക്ഷേത്രം, അതുപോലെ തന്നെ നമ്മുടെ ഇരിഞ്ഞാലിക്കുട കൂടൽമാണിക്യ ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, അതുപോലെ തന്നെ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. അപ്പൊ ഏതൊക്കെയാണ്? തൃപ്പയാർ ശ്രീരാമക്ഷേത്രം, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. അപ്പൊ നമ്മുടെ നാലമ്പലങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് തൃപ്പയാർ ശ്രീരാമ ക്ഷേത്രം, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, അതുപോലെ തന്നെ നമ്മുടെ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ഭരതക്ഷേത്രമാണ് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രം. കൂടൽമാണിക്യ ക്ഷേത്രം. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ഭരതക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. അതുപോലെ തന്നെ കേരളത്തിലെ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ പ്രധാനമായ ശ്രീ വില്വാദിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവില്ലാമലയിലാണ്. അപ്പൊ കേരളത്തിൽ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ പ്രധാനമായ ശ്രീ വില്വാദി നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവില്ലാമലയിലാണ്. തിരുവില്ലാമലയിലാണ്. ഈ തിരുവാഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തിരുവാഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങ് ഏതാണ്? കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങ് ഏതാണ്? അത് കാവ് തീണ്ടലാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങാണ് കാവ് തീണ്ടൽ എന്ന് പറയുന്നത്. ചന്ദനക്കുടം നേർച്ചയ്ക്ക് പ്രസിദ്ധമായ പള്ളി ഏതാണ്? ചന്ദനക്കുടം നേർച്ചയ്ക്ക് പ്രസിദ്ധമായ പള്ളി ഏതാണ്? അത് നമ്മുടെ മണത്തല ജുമാ മസ്ജിദാണ്. മണത്തല ജുമാ മസ്ജിദാണ്. അപ്പൊ തൃശൂർ മലപ്പുറം ജില്ലകളിലെ അതിർത്തിയിലുള്ള ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന ഋഗ്വേദം പരീക്ഷ ഏതാണ്? അത് കടവല്ലൂർ അന്യോന്യമാണ്. അപ്പൊ തൃശൂർ മലപ്പുറം ജില്ലകളിലെ അതിർത്തിയിലുള്ള ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന ഋഗ്വേദം പരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം. ഇനി തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശൂർ ജില്ലയാണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയും തൃശൂർ ജില്ലയാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമാണ് പുത്തൻപള്ളി. അതുപോലെ തന്നെ തൃക്കൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. തൃക്കൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ് ഏതാണ്? അത് നമ്മുടെ ഗുരുവായൂരാണ്. അപ്പൊ നമ്മുടെ ഗുരുവായൂരാണ് കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും ഗുരുവായൂരാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഗുരുവായൂരാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അതെവിടെയാണ്? അത് നമ്മുടെ കൊടുങ്ങല്ലൂരാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കപ്പെട്ടത് നമ്മുടെ
എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. കേരളത്തിലെ നിയമസാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ഏതാണ്? കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ആണ് ഒല്ലൂക്കര. അപ്പൊ കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ആണ് ഒല്ലൂക്കര. ഇനി കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് ഏതാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് ആണ് വരവൂർ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ തന്നെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് ആണ് വരവൂർ എന്ന് പറയുന്നത്. ഇനി ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ഏതാണ്? അത് മുല്ലക്കരയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരതാ ഗ്രാമമാണ് മുല്ലക്കര. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് 3D തിയേറ്റർ നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് 3D തിയേറ്റർ എവിടെയാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ അത് തൃശൂർ മ്യൂസിയത്തിലാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് 3D തിയേറ്റർ നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യത്തെ കോഫി ഹൗസ് ആരംഭിച്ച ജില്ല ഏതാന്ന് ചോദിച്ചാലും അതും തൃശൂർ ജില്ലയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ച ജില്ലയും നമ്മുടെ തൃശൂർ ജില്ലയാണ്. അത് 1958ലാണ്. 1958ലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായതും നമ്മുടെ തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായതും നമ്മുടെ തൃശൂർ ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ ചെറുതുരുത്തിയിലാണ്. ചെറുതുരുത്തിയുടെ പുതിയ പേരാണ് വള്ളത്തോൾ നഗർ എന്നുള്ളത്. അപ്പൊ നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? അത് വള്ളത്തോൾ നാരായണ മേനോനും അതുപോലെ തന്നെ മണക്കുളം മുകുന്ദരാജയും ചേർന്നിട്ടാണ് നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥാപിതമാകുന്നത്. അപ്പൊ കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1927ആണ്. അപ്പൊ കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത വർഷമാണ് 1927. ഇനി കലാമണ്ഡലം ഔദ്യോഗികമായി കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1930 നവംബർ 9. അപ്പൊ കലാമണ്ഡലം ഔദ്യോഗികമായിട്ട് കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1930 നവംബർ 9 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാർ കലാമണ്ഡലത്തിൽ അക്കാദമി ഓഫ് ആർട്സ് എന്ന അംഗീകാരം നൽകിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1957ലാണ്. അപ്പൊ നമ്മുടെ കേരള സർക്കാർ കലാമണ്ഡലത്തിന് അക്കാദമി ഓഫ് ആർട്സ് എന്ന അംഗീകാരം നൽകിയ വർഷമാണ് 1957. ഈ കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല എന്ന അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല എന്ന അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? അത് 2007ആണ്. 2007ലാണ് കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല എന്ന അംഗീകാരം ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലത്തിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എ കാറ്റഗറി പദവി നൽകിയ വർഷമാണ് 2010. അപ്പൊ നമ്മുടെ കേരള സർക്കാർ കലാമണ്ഡലത്തിന് അക്കാദമി ഓഫ് ആർട്സ് എന്ന അംഗീകാരം നൽകിയ വർഷമാണ് 1957. അതുപോലെ തന്നെ കൽപ്പിത സർവകലാശാല എന്ന അംഗീകാരം നമ്മുടെ കലാമണ്ഡലത്തിന് നൽകിയ വർഷമാണ് 2007. ഇനി കലാമണ്ഡലത്തിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എ കാറ്റഗറി പദവി നൽകിയ വർഷമാണ് 2010. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാണ്? അത് തളിക്കുളമാണ്. അപ്പൊ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാണ്? അത് വെള്ളനാടാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് നമ്മുടെ വെള്ളനാട് തിരുവനന്തപുരം ജില്ലയിലാണ്. സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് തൃശ്ശൂര്. അപ്പൊ നമ്മുടെ സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. അപ്പൊ സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല. ഇനി ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചർച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബൈബിൾ ടവർ ആണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചർച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത് ബൈബിൾ ടവർ ആണ്. അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി നമ്മുടെ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വർണ്ണശബളമായ ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും വർണ്ണശബളമായ ഉത്സവം എന്ന് നമ്മുടെ തൃശ്ശൂർ പൂരത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ ഏറ്റവും വർണ്ണശബളമായ ഉത്സവം എന്ന് നമ്മുടെ തൃശ്ശൂർ പൂരത്തെ വിശേഷിപ്പിച്ചത് നമ്മുടെ യുനെസ്കോയാണ്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന മലയാള മാസം ഏതാണ്? തൃശ്ശൂർ പൂരം നടക്കുന്ന മലയാള മാസം ഏതാണ്? അത് മേടമാണ്. തൃശ്ശൂർ പൂരം നടക്കുന്ന മൈതാനം ഏതാണ്?
തൃശൂർ പൂരം നടക്കുന്ന മൈതാനം അതേതാണ്? തേക്കിൻകാട് മൈതാനമാണ്. തേക്കിൻകാട് മൈതാനമാണ്. ഇനി തൃശൂർ പൂരം ആരംഭിച്ച കാലഘട്ടം എന്നറിയപ്പെടുന്നത് നമ്മുടെ 1790 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ് തൃശൂർ പൂരം ആരംഭിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ നമ്മുടെ തൃശൂർ പൂരത്തിന്റെ പ്രധാന സവിശേഷത എന്താണ്? തൃശൂർ പൂരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നമ്മുടെ കുടമാറ്റം എന്ന് പറയുന്നത്. തൃശൂർ പൂരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നമ്മുടെ കുടമാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആറാട്ടുപുഴ പൂരം, നമ്മുടെ പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. ആറാട്ടുപുഴ പൂരം നടക്കുന്ന മലയാള മാസം ഏതാണ്? ആറാട്ടുപുഴ പൂരം നടക്കുന്ന മലയാള മാസം ഏതാണ്? അത് മീനമാസമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരമായിട്ട് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ആറാട്ടുപുഴ പൂരമാണ്. അപ്പൊ നമ്മുടെ ആറാട്ടുപുഴ പൂരമാണ് നമ്മുടെ പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മീനമാസത്തിലാണ് നമ്മുടെ ഏത് നടക്കുന്നത്? നമ്മുടെ ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. അതുപോലെ തന്നെ ദേവമേള എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവവും ആറാട്ടുപുഴ പൂരമാണ്. അപ്പൊ എന്തൊക്കെയാണ് ആറാട്ടുപുഴ പൂരത്തിന്റെ പ്രത്യേകതകൾ? നമ്മുടെ മീനമാസത്തിൽ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പൂരം ദേവമേള എന്നിങ്ങനെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവമാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം നടക്കുന്ന മലയാള മാസം ഏതാണ്? അത് മീനമാസത്തിലാണ്. ഈ കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം നടക്കുന്ന കാലയളവ് എത്ര ദിവസമാണ്? കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം നടക്കുന്ന കാലയളവ് എത്ര മാസമാണ്? അത് എത്ര മാസമല്ല, എത്ര ദിവസമാണ്? അത് 8 ദിവസമാണ്. 8 ദിവസമാണ് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം നടക്കുന്നത്. ഇനി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കിലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കിലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുളങ്കുന്നത്ത് കാവ്. കില സ്ഥാപിതമായ വർഷം ഏതാണ്? 1990 നമ്മുടെ കില സ്ഥാപിതമാകുന്നത്. ഇനി കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരം, തൃശ്ശൂര്. അപ്പം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത്, കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എല്ലാം തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി കിലയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മുളങ്കുന്നത്ത് കാവ്. 1990 സ്ഥാപിതമാകുന്നത്. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാമവർമ്മപുരത്താണ്. ഇനി അപ്പോളോ ടയർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ ചാലക്കുടിയിലാണ്. അപ്പോളോ ടയർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ്. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മണ്ണൂത്തിയിലാണ്. വെള്ളാനിക്കര. അവ കേരളത്തിലെ കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയാണ്. ഇനി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. എന്നാണ് നമ്മുടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്? 1975ലാണ്. അപ്പൊ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ്? 1956ലാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി നിലവിൽ വന്ന വർഷം ഏതാണ്? 1958ലാണ്. തൃശ്ശൂരിലാണ് ഇതിന്റെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരള ലളിതകല അക്കാദമി നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 1962ലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഇതിന്റെയും ആസ്ഥാനം. ഇനി സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് എന്നത് സ്ഥിതി ചെയ്യുന്നത് അരഞ്ഞാട്ടുകരയിലാണ്. അപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് അരഞ്ഞാട്ടുകരയിലാണ്. ഈ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥാപിതമായ വർഷം ഏതാണ്? അരഞ്ഞാട്ടുകരയില് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥാപിതമായ വർഷമാണ് 1977. അപ്പൊ കേരള സാഹിത്യ അക്കാദമി 1956 സ്ഥാപിതമായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 തൃശ്ശൂരാണ്.
അതുപോലെ തന്നെ നമ്മുടെ കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് 1962 തൃശൂർ ജില്ലയിലാണ്. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥാപിതമായത് അരഞ്ഞാട്ടുകര 1977 അപ്പൊ നമ്മുടെ അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ്. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ്. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. എന്നാണ് നമ്മുടെ കേരള ആരോഗ്യ സർവകലാശാല നിലവിൽ വന്നത്? ഏത് വർഷമാണ്? അത് 2010 കേരള ആരോഗ്യ സർവകലാശാല നിലവിൽ വരുന്നത്. ഇനി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാണ്? അത് മടക്കത്തറയാണ്. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? ചെമ്പുകാവിലാണ്. ഇനി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പൈനാപ്പിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എവിടെയാണടാ? അത് വെള്ളാനിക്കരയാണ്. അതുപോലെ തന്നെ നമ്മുടെ KSFE കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് സ്ഥാപിതമായത് എവിടെയാണ്? അത് തൃശ്ശൂരിലാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് സ്ഥാപിതമായത് തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രമായ കണ്ണാറ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മ സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ്. അപ്പൊ നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ചെറുതുരുത്തിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അരഞ്ഞാട്ടുകരയിലാണ്. അപ്പൊ നമ്മുടെ കേരള എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അരഞ്ഞാട്ടുകരയിലാണ്. അപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ എന്നാണ് നമ്മുടെ KSFE സ്ഥാപിതമാകുന്നത്? ഏത് വർഷമാണ്? KSFE സ്ഥാപിതമാകുന്ന വർഷം ഏതാണ്? 1969 നമ്മുടെ KSFE സ്ഥാപിതമാകുന്നത്. ഇതിന്റെ ആസ്ഥാന മന്ദിരത്തിന് പറയുന്ന പേരെന്താണ്? ഭദ്രതാ ഭവൻ എന്നാണ്. അപ്പൊ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. 1969 സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാന മന്ദിരത്തിന് പറയുന്ന പേരാണ് ഭദ്രതാ ഭവൻ. ഓക്കെ ആണോടാ? അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, KSFE, അതുപോലെ തന്നെ കാത്തലിക് സിറിയൻ ബാങ്ക് എന്നിവയുടെ എല്ലാം ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതുപോലെ തന്നെ KSFE, കാത്തലിക് സിറിയൻ ബാങ്ക് എന്നിവയുടെ എല്ലാം ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ചാവക്കാടാണ് ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ചാവക്കാട് തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി ജൂത തെരുവാണെങ്കിൽ എവിടെയാണ്? ഇത് എവിടെയാണ്? അത് മട്ടാഞ്ചേരിയാണ്, എറണാകുളം ജില്ലയിലാണ്. ഇനി ജൂതക്കുളം ആണെങ്കിൽ അത് മാടായിപ്പാറ, കണ്ണൂരാണ്. അപ്പൊ ജൂതക്കുന്നാണെങ്കിൽ ചാവക്കാട്, തൃശ്ശൂര്. അതുപോലെ തന്നെ ജൂത തെരുവാണെങ്കിൽ മട്ടാഞ്ചേരി, എറണാകുളം. ജൂതക്കുളം ആണെങ്കിൽ മാടായിപ്പാറ, കണ്ണൂര്. ഇനി നമ്മുടെ പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? അത് മണലിപ്പുഴയ്ക്ക് കുറുകെയാണ്. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് മണലി നദിക്ക് കുറുകെയാണ്. അതുപോലെ തന്നെ വാഴാനി, ചിമ്മിനി ഡാമുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. പീച്ചി, വാഴാനി, ചിമ്മിനി എന്നീ ഡാമുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ പെരിങ്ങൽകൂത്ത് ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ്. അപ്പൊ പെരിങ്ങൽകുത്ത് ഡാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ്. അതുപോലെ തന്നെ ഷോളയാർ ഡാമും ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്?
അതിരപ്പള്ളി വെള്ളച്ചാട്ടമുണ്ട്, വാഴച്ചാൽ വെള്ളച്ചാട്ടമുണ്ട്, ചാർപ്പ വെള്ളച്ചാട്ടമുണ്ട്, ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്, പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടമുണ്ട്. ഇത്രയും വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം, ചാർപ്പ വെള്ളച്ചാട്ടം, ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടം. അത് പൂമാല ഡാമും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. പൂമാല ഡാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ ഏതൊക്കെയാണ് പ്രധാന വെള്ളച്ചാട്ടങ്ങള്? അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം, ചാർപ്പ വെള്ളച്ചാട്ടം, ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടം, പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം. ഇത്രയും വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന ബനാന ഹണി പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന ബനാന ഹണി പാർക്ക് സ്ഥാപിതമാകുന്നത് തൃശ്ശൂരിലെ കണ്ണാറയിലാണ്. തൃശ്ശൂരിലെ കണ്ണാറയിലാണ്. തൃശ്ശൂരിലെ കണ്ണാറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ കമാൻഡോകൾ പരിശീലനം നടത്തുന്നത് എവിടെയാണ്? അത് രാമപുരം പോലീസ് അക്കാദമിയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ കമാൻഡോകൾ പരിശീലനം നടത്തുന്നത് അത് രാമപുരം പോലീസ് അക്കാദമിയിലാണ്. രാമപുരം പോലീസ് അക്കാദമിയിലാണ്. അപ്പൊ നമ്മുടെ സുവോളജിക്കൽ പാർക്ക് ഇല്ലേ, രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒന്ന് ട്രിവാൻഡ്രവും ഒന്ന് ഇവിടെ തൃശ്ശൂര്. ആ തൃശ്ശൂര് വരുന്നത് പുത്തൂരാണ്. അപ്പൊ നമ്മുടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് പീച്ചിയിലാണ്. 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 ഈ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 1958-ലാണ്. എന്നാൽ ചിമ്മിനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമാണ് 1984. 1984. അപ്പൊ നമ്മുടെ പീച്ചി വാഴാനിയാണെങ്കിൽ 1958, അതുപോലെ തന്നെ നമ്മുടെ ചിമ്മിനി വന്യജീവി സങ്കേതമാണെങ്കിൽ 1984. അതുപോലെ തന്നെ ചേറ്റുവ കായൽ, മൂര്യാട് കായൽ, ഏനാമക്കൽ കായൽ, അതുപോലെ തന്നെ മനക്കൊടി കായൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ ചേറ്റുവ കായൽ, മൂര്യാട് കായൽ, ഏനാമക്കൽ കായൽ, മനക്കൊടി കായൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. ഏതൊക്കെയാണ്? ചേറ്റുവ, അതുപോലെ തന്നെ മൂരിയാട്, ഏനാമക്കൽ, മനക്കൊടി എന്നിവ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. 4 വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വന്നത് 1984-ലാണ്. ചിന്നാർ, ചിമ്മിനി, ആറളം, ചെന്തുരുണി. ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്, ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ്, ആറളം കണ്ണൂർ ജില്ലയിലാണ്, ചെന്തുരുണി കൊല്ലം ജില്ലയിലാണ്. ഇത് 4 വന്നത് 1984-ലാണ്. 1984-ലാണ്. അപ്പൊ നമ്മുടെ ശക്തൻ തമ്പുരാന്റെ ഭരണം നടത്തിയിരുന്ന സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പൊ ശക്തൻ തമ്പുരാൻ ഭരണം നടത്തിയിരുന്ന സ്ഥലമാണ് നമ്മുടെ എവിടെയാണ്? തൃശ്ശൂരില്. അതുപോലെ തന്നെ കേരള വ്യാസൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അപ്പൊ നമ്മുടെ പ്രകൃതിയ ഉള്ള ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. പ്രകൃതിയ ഉള്ള ഓക്സ്ബോ തടാകം, ഈ നമ്മുടെ കാളയുടെ കൊമ്പ് പോലെ ഇരിക്കുന്ന തടാകമില്ലേ, അത് പ്രകൃതിയ ഉള്ള ഓക്സ്ബോ തടാകം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലാണ്. അപ്പൊ നമ്മുടെ കേരള വ്യാസൻ എന്നറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. പ്രശസ്ത സാഹിത്യകാരിയും അതുപോലെ തന്നെ ആദ്യമായിട്ട് മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ വനിത എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? മുട്ടത്ത് വർക്കി അവാർഡ് ആദ്യമായി ലഭിച്ച വനിത ആരാണ്? നമ്മുടെ കമലാ സുരയ്യയാണ്. കമലാ സുരയ്യയുടെ നാട് നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. കമലാ സുരയ്യയുടെ നാട് നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ തന്നെ കോവിലൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? കോവിലൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? കോവിലൻ അത് VV അയ്യപ്പനാണ്. VV അയ്യപ്പനാണ്. VV അയ്യപ്പൻ, അദ്ദേഹവും നമ്മുടെ തൃശ്ശൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷ്, ജോസഫ് മുണ്ടശ്ശേരി, ഇക്കണ്ട വാര്യർ, സി അച്യുത മേനോൻ, കലാമണ്ഡലം ഹൈദരലി, അതുപോലെ തന്നെ MK മേനോൻ. MK മേനോൻ എന്നറിയപ്പെട്ടിരുന്നത് വിലാസിനിയാണ്. MK മേനോൻ, ഇന്നസെന്റ് എന്നിവരെല്ലാം നമ്മുടെ തൃശ്ശൂർ സ്വദേശികളാണ്. അപ്പൊ ആരൊക്കെയാണ്? VV അയ്യപ്പൻ, കുഞ്ഞുണ്ണി മാഷ്, ജോസഫ് മുണ്ടശ്ശേരി, ഇക്കണ്ട വാര്യർ, അതുപോലെ തന്നെ സി അച്യുത മേനോൻ, കലാമണ്ഡലം ഹൈദരലി, MK മേനോൻ, അതുപോലെ തന്നെ ഇന്നസെന്റ്, ഇവരെല്ലാം നമ്മുടെ ഇവിടുത്തുകാരാണ്, നമ്മുടെ തൃശ്ശൂരുകാരാണ്. അപ്പൊ തൃശ്ശൂർ ഓക്കെ ആണോടാ? തൃശ്ശൂർ ഓക്കെ ആണോ? നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റെല്ലാം ആഡ് ചെയ്ത് പഠിച്ചേക്ക് കേട്ടോ.
ഞാൻ എന്റെ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നതും കൂടെ ആഡ് ചെയ്യുക. അപ്പം താങ്ക് യു.